വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അഭിമാന നേട്ടവുമായി വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാലയത്തിൽ നിന്നും 10ഓളം വിദ്യാർത്ഥിനികളാണ് കലോത്സവത്തിൽ പങ്കെടുത്ത് മികവ് പ്രകടിപ്പിച്ചത്. 5 വ്യക്തിഗത ഇനങ്ങളിലും ഒരു ഗ്രൂപ്പ് ഇനത്തിലുമാണ് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ മാറ്റുരച്ചത്. സംസ്കൃതം അക്ഷരശ്ലോകം, സംസ്കൃതം പദ്യപാരായണം, മലയാളം കാവ്യകേളി എന്നീ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് എ ഗ്രേഡോടുകൂടി ഹാട്രിക് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി പവിത്ര വിശാൽ. മാതാപിതാക്കളും അധ്യാപകരും മികച്ച പിന്തുണ നൽകിയെന്നും പവിത്ര പറഞ്ഞു. ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ ഇത്തവണ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സംസ്കൃത അക്ഷരശ്ലോകം, സംസ്കൃത പദ്യം, പിന്നെ മലയാള വിഭാഗത്തിൽ കാവ്യകേളി, ഈ 3 ഇനങ്ങളിലാണ് ഞാൻ പങ്കെടുത്തത്. 3 ഇനങ്ങളിലും എ ഗ്രേഡ് കിട്ടി. നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ അക്ഷരശ്ലോകം പഠിക്കുന്നുണ്ട്, പാലാ കൈരളി ശ്ലോകരംഗം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് അമ്മയുടെ കൂടെ, അമ്മയാണ് എല്ലാം പഠിപ്പിച്ചതും ഒക്കെ. അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതേപോലെ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. മലയാള കഥാരചനയിൽ വളരെ മികവുറ്റ രീതിയിൽ കഥയെഴുതി എ ഗ്രേഡ് സ്ഥാനം നേടി 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എം മെഹറിൻ സ്കൂളിന്റെ നേട്ടത്തിനായി പങ്കുവഹിച്ചു. ആദ്യത്തെ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മെഹറിൻ പറഞ്ഞു. എന്റെ ആദ്യത്തെ സംസ്ഥാന മത്സരമായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എ ഗ്രേഡ് കിട്ടുമെന്ന്, എങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ വിഷയം കടൽ തീരത്ത് മഴ നനയുന്ന പെൺകുട്ടി എന്നായിരുന്നു. ആദ്യം കുറെ ചിന്തിച്ചു, പിന്നെയാണ് എനിക്കൊരു എഴുതാനുള്ളൊരു ത്രെഡ് കിട്ടിയത്. പിന്നെ എഴുതിയതിൽ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. എങ്കിലും റിസൾട്ടിനെ പറ്റിയൊന്നും ഞാൻ അതിൽ ധാരണയുണ്ടായിരുന്നില്ല. ശരിക്കും റിസൾട്ട് വന്നപ്പോൾ ഞാൻ സർപ്രൈസ് ആയി. എന്തായാലും ആദ്യത്തെ സംസ്ഥാന മത്സരത്തിൽ എനിക്ക് നല്ല സന്തോഷമാണ്. ഹയർ സെക്കൻഡറി വിഭാഗം ലളിതഗാന മത്സരത്തിൽ തന്റെ സ്വതസിദ്ധമായ ശബ്ദത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡ് സ്ഥാനം നേടിയിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥിനി ജിൻഷ കെ.സി. മികച്ച മത്സരമാണ് നടന്നതെന്നും അതിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചുവെന്നും ജിൻഷ പറഞ്ഞു. കൂടെ നിന്നവരോട് നന്ദിയുണ്ടെന്നും ജിൻഷ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണേ. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഓരോ ജില്ലയിൽ നിന്നുള്ള കുട്ടികളും പിന്നെ അപ്പീൽ കൊടുത്തിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ പറ്റുകയും എ ഗ്രേഡ് കരസ്ഥമാക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ പാട്ട് പഠിപ്പിക്കുന്നത് ത്യാഗരാജ ഓഫ് മ്യൂസിക്, അതിലെ ഷീബ ടീച്ചറാണ്. ടീച്ചറോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ രക്ഷിതാക്കൾ, ഇവിടെ സ്കൂളിൽ നിന്ന് ഒരുപാട് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. തഴുകും തമസിന്റെ കരസ്പർശനങ്ങളാൽ, തഴുകും തമസിന്റെ കരസ്പർശനങ്ങളാൽ അറിയാതെ ഉതിർന്നുവോ ലയലാസ്യഭാവം നാടൻപാട്ടിൽ ജില്ലാ കലോത്സവത്തിൽ സ്കൂളിലെ ടീം 2ാം സ്ഥാനമാണ് നേടിയിരുന്നത്. പക്ഷേ അപ്പീൽ വഴി സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ജില്ലയിൽ ഒന്നാമതെത്തിയ ടീമിനേക്കാൾ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ കെ.സി. സ്വാതി, ജിഷ്ണ, സ്നേഹ ജോസ്, അനശ്യ, ആവണി, പി. ശ്രീന, ഗയ എന്നീ മിടുക്കികളാണ് പങ്കെടുത്തത്. പണ്ടത്തെ കാലത്ത് ബാല്യവിവാഹമൊക്കെ നിലവിലിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ ടൈമിൽ പെൺകുട്ടികളൊക്കെ ഋതുമതികളാവുന്നതിന് മുമ്പ് തന്നെ വിവാഹം ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിന്നായിരിക്കും അവർ ഋതുമതികളാകുകയും അതിനെപ്പറ്റിയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു പാട്ടാണ് ഞങ്ങൾ പാടിയത്. ഇതിന്റെ പേര് മഞ്ഞൾ പുളിപ്പാട്ട് എന്നാണ്. അത് ഞങ്ങൾ ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിനുവേണ്ടി സഹായിച്ചത് ജയറാം സാറ്, പ്രശാന്ത് സാറുമായിരുന്നു. ജയറാം മഞ്ചേരി, പ്രശാന്ത് മങ്ങാട്ട്. ജയറാം സാറിന്റെ ചെറിയമ്മ പറഞ്ഞു കൊടുത്ത വരികളാണ്. അതിന് അവർ താളം ഇട്ട് പറഞ്ഞു തന്നൊരു പാട്ടാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഒക്കെ ഉണ്ടായിരുന്നത് അജിത് ടീച്ചറാണ്. അതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേറ്റിൽ പോയിട്ട് അപ്പീൽ കൊടുത്താണ് ഞങ്ങൾ പോയത്. ജില്ലയിൽ സെക്കൻഡായിരുന്നു. അപ്പീൽ കൊടുത്ത് പോയ ടീമുകളിൽ ആകെ ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എ ഗ്രേഡ്.
ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ടീമിന് ബി ഗ്രേഡും ഞങ്ങൾക്ക് എ ഗ്രേഡും ആണ് ഉണ്ടായത്. വിദ്യാലയത്തിനു വേണ്ടി കുട്ടികൾ മികച്ച വിജയം കൈവരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് അധ്യാപകരും പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ 10 കുട്ടികളാണ് പങ്കെടുത്തത്. അതിൽ 5 ഇൻഡിവിജ്വൽ ഐറ്റവും ഒരു ഗ്രൂപ്പ് ഐറ്റവും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 3 ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ ഒരേ കുട്ടി തന്നെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എ ഗ്രേഡോട് കൂടെ നല്ലൊരു സ്ഥാനം നമ്മുടെ സ്കൂളിന് നേടി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികളും വളരെ ഗംഭീരമായിട്ട് നമ്മുടെ വണ്ടൂരിൻ്റെ ശബ്ദം അവിടെ കേൾപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്തതിൽ നമ്മുടെ സ്കൂളിന് വളരെയധികം സന്തോഷമുണ്ട്. ഈസ്റ്റ് ലൈവ് വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ.